വെൽക്കം ബാക്ക് ടു ബാക്ക് 360 വിത്ത് സോണിയ. സോ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഫുൾ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചേഞ്ച് ആണല്ലോ എന്നല്ലേ. സോ ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ എന്തായാലും ഒരു പുതിയ തുടക്കമാണല്ലോ, മീൻസ് ഒരു റീസ്റ്റാർട്ടിന്റെ പോയിന്റ് ആണല്ലോ. സോ ഒന്നൊന്ന് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക. നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ വരുമ്പോൾ നമ്മൾ മാത്സ് എങ്ങനെ അപ്ലൈ ചെയ്യും എന്നൊന്ന് ജസ്റ്റ് നോക്കിയാലോ. നമുക്കറിയാം, എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ലൈഫിൽ മുഴുവൻ എപ്പോഴും മാത്സ് ആണ്. സോ ഇന്ന് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് മാറി നമുക്ക് ചിന്തിക്കണം. അപ്പോ ഇപ്പോ ഞാൻ എവിടെയാ നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ ഇവിടെ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ഉള്ളത്. അപ്പൊ എയർപോർട്ടിൽ വന്നപ്പോ പെട്ടെന്ന് ഇങ്ങനെ ചില കടകളിലൊക്കെ നോക്കിയപ്പോ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോ അത് നമുക്ക് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഈ ഒരു ഇതിൽ കാണുന്നുണ്ടോ, ഫ്ലാറ്റ് 20% ഓഫ് അല്ലെ. അപ്പൊ പെട്ടെന്ന് അത് ഒരു കടയിൽ നിങ്ങൾ ചെന്ന് കഴിയുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു 20% കാൽക്കുലേറ്റ് എന്നുള്ള അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാണ്. ഇപ്പൊ നമ്മൾ ഒരു സാധനം 100 രൂപയ്ക്ക് മേടിക്കാന്ന് വിചാരിക്കും. 100 രൂപ എന്ന് പറയുമ്പോൾ 100 രൂപയാണ് ആ ഒരു പ്രോഡക്റ്റിന്റെ വില. അപ്പം അതിന്റെ 20% എന്ന് പറയുമ്പോൾ 100 രൂപയുടെ 10% ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 100 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 100നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 10 രൂപ അല്ലെ. അപ്പൊ 100 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 10 രൂപ. അപ്പോ 20% എന്ന് പറയുമ്പോ എന്താ, 10% പ്ലസ് 10%. അപ്പൊ എന്ത് നമുക്ക് കിട്ടും, 10 പ്ലസ് 10 20 രൂപ. അപ്പൊ 20% ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ, അത് 100 രൂപയുടെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20 രൂപയാണ്. അപ്പൊ 100 രൂപയിൽ നിന്ന് 20 രൂപ കുറച്ച് 80 രൂപയ്ക്ക് നമുക്ക് സാധനം കിട്ടും. ഇനി ഇത് 500 രൂപയാണെങ്കിലോ, 500 രൂപയുടെ 10% എന്ന് പറഞ്ഞാല് 50 രൂപയാണ്. അപ്പൊ 50 രൂപയും 100 രൂപ, അതാണ് 20%. അപ്പൊ നമുക്ക് 500 രൂപയുടെ സാധനം 400 രൂപയ്ക്ക് കിട്ടും, 20% ഓഫാണ്. അപ്പൊ പെർസെന്റേജ് കാൽക്കുലേഷൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോ നിങ്ങൾ ഓരോ കടകളിലൊക്കെ പോയി കഴിയുമ്പോൾ ഈ ഒരു പെർസെന്റേജ് ഓഫർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചുമ്മാ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കും. ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ 10% വെച്ചിട്ട് 10% വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ 15% ഓഫർ എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 10% പിന്നെ 10%ന്റെ പകുതി. മീൻസ് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ എന്താ, 10 രൂപ. ആ 10 രൂപയും അതിന്റെ പകുതിയാണ് 5%. അപ്പൊ 10 രൂപയുടെ പകുതി 5 രൂപ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 15 രൂപ. അപ്പൊ 100 രൂപയുടെ 15% എന്ന് പറഞ്ഞാൽ 15 രൂപയാണ്. അപ്പൊ നമുക്ക് 100 രൂപയെന്ന് 15 രൂപ കുറച്ച് ബാക്കി പൈസക്ക് സാധനം കിട്ടും. സോ പെർസെന്റേജ് കാൽക്കുലേഷൻ ഏകദേശം സെറ്റ് ആയല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. ആദ്യമായിട്ട് ചാനലും വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ.